ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഏപ്രിൽ 5-ന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നാണ്. എല്ലാ വർഷവും ഏപ്രിൽ 5-ന് ഇന്ത്യയിൽ നാഷണൽ മാരിടൈം ഡേ ആചരിക്കുന്നു. ദേശീയ മാരിടൈം ദിനത്തിന്റെ ഉത്ഭവം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റീംഷിപ്പായ SS ലോയൽറ്റി 1919 ഏപ്രിൽ 5-ന് മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് നടത്തിയ കന്നി യാത്രയുടെ സ്മരണയ്ക്കായാണ് നാഷണൽ മാരിടൈം ഡേ ആചരിക്കുന്നത്. ഇനി ഏപ്രിൽ 6 ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് ആയി ആചരിക്കപ്പെടുന്നു. വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികസനം, മെച്ചപ്പെട്ട ആരോഗ്യം, രോഗപ്രതിരോധം, ലിംഗസമത്വം, സാമ്പത്തിക വികസനം, അന്താരാഷ്ട്ര സഹകരണം, സാഹോദര്യം, സമാധാനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സ്പോർട്സിന് കാര്യമായ സ്വാധീനം ചെലുത്താനാവും. ഈ സാധ്യതകൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക, എണ്ണമറ്റ ആളുകളെ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായി പ്രചോദിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. മക്കളെ, അടുത്തതായി നിങ്ങളോടൊരു ചോദ്യം. വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനം എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. 1948 ഏപ്രിൽ 7-ന് ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. അതിനാലാണ് ലോകാരോഗ്യ ദിനമായി ഏപ്രിൽ 7 സെലക്ട് ചെയ്തത്. 2023-ൽ WHO-യുടെ 75th ആനിവേഴ്സറി ആണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേ തീം. ഏപ്രിൽ മാസത്തെ മറ്റൊരു ഇമ്പോർട്ടന്റ് ദിവസം ഏപ്രിൽ 10 എല്ലാ വർഷവും ഏപ്രിൽ 10-ന് ലോക ഹോമിയോപ്പതി ദിനം ആചരിക്കുന്നു. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഏപ്രിൽ 11 വേൾഡ് പാർക്കിൻസൺസ് ഡേ. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ 11-ന് ലോക പാർക്കിൻസൺസ് ദിനം ആചരിക്കുന്നു. ഇന്ന് ഏപ്രിൽ 13 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13-ന് അമൃത്സറിൽ വെച്ചാണ് ഈ കൂട്ടക്കുരുതി നടന്നത്. അമൃത്സർ കൂട്ടക്കൊല എന്നും ഇതറിയപ്പെടുന്നു. ഈ ദിവസം ഇന്ത്യയിലെ പഞ്ചാബിലെ അമൃത്സറിൽ നിരാധുരരായ ഒരു വലിയ ജനക്കൂട്ടത്തിന് നേരെ ജനറൽ ഡയറിന്റെ കമാൻഡിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്തു. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.